ഹായ്, ഇത് ആർട്ട്മെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ്, ഒരു കമ്പനിയുടെ ആണ് പ്രോഡക്റ്റ് വരുന്നത്. നമ്മൾ PMU മെഷീൻ തന്നെയാണ്. PMU മെഷീൻ്റെ അകത്ത് തന്നെ നമുക്കിപ്പോൾ അടിപൊളി ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് അൺബോക്സിങ് വീഡിയോ ആയിട്ടൊക്കെ കണ്ടിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് പവർ സപ്ലൈ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലിപ് കോണ്ടോറിങ്ങിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്, ഐലാഷസിൻ്റെ വരുന്നുണ്ട്, പിന്നെ ഐബ്രോസിൻ്റെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ മെഷീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പെൻ മെഷീൻ വരുന്നത്. പെൻ മെഷീൻ തന്നെ സ്ട്രോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് നീഡിലിൻ്റെ എത്രത്തോളം ഡെപ്ത് പോകണം, ഡെപ്ത് കുറയ്ക്കണം എന്നുള്ളത് ഔട്ടും ഇന്നും വരുന്ന ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്ട്രോക്കുകളുടെ വേരിയേഷൻസ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നീഡിൽസ് ആണ് വരുന്നത്. ഇത് നമുക്ക് നീഡിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് BB ഗ്ലോ മെഷീൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന അതേ സെയിം നീഡിൽസ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അത് രണ്ട് അഡ്വാൻറ്റേജ് ആണ്. ഒന്ന് നമുക്ക് മൈക്രോ ബ്ലേഡിങ് എന്നുള്ള പ്രോസസ്സിൽ മൈക്രോ ഷെയ്ഡിങ്, ഓംബ്രെ മെത്തേഡ്, പൗഡർ മെത്തേഡ്, ഈ 3 മെത്തേഡ്സിന് വേണ്ടി ഉള്ള മെഷീനായിട്ട് യൂസ് ചെയ്യാം. അത് കണക്ക് തന്നെ നമുക്ക് കോസ്മെറ്റിക് ഫേഷ്യൽ ആയിട്ടുള്ള രീതിയിൽ BB ഗ്ലോയുടെ നീഡിൽസ് വരെ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് പവർ കേബിൾ വരുന്നുണ്ട്. പവർ കേബിൾ നമുക്ക് ജസ്റ്റ് ഫോൺ ചാർജർ കണക്ട് ചെയ്യുന്ന കണക്ക് തന്നെ ഇതിൻ്റെ അകത്തൊരു അഡാപ്റ്റർ ഉണ്ടുണ്ട്. ഇല്ലാതില്ല, അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്ററിൻ്റെ ജസ്റ്റ് പ്ലഗ്-ഇൻ ടൈപ്പാണ്. അഡാപ്റ്റർ കണക്ട് ചെയ്യുക. ഈ ഒരു പോയിൻ്റാണ് നമുക്ക് മെഷീൻ്റെ അകത്തോട്ടല്ല, പവർ സപ്ലൈൻ്റെ അകത്തോട്ട് പോകേണ്ടത്. ഇതിൻ്റെ പിന്ന് എപ്പോഴും നോക്കിയിരുന്നാൽ മതി. നമുക്ക് ഇതിൻ്റെ പവറിലോട്ട് പോകുന്ന പിന്നിൻ്റെ ഒരു ഹോളായിരിക്കും പവറിന് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും, പവറിലോട്ടുള്ളത്. പിന്നെ മെഷീനിലോട്ട് പോകുന്നത് കോഡ് വയർ വരുന്നത് രണ്ടും സെയിം പോയിന്റ് തന്നെ ആയിരിക്കും. അതായത് മെഷീൻ്റെ ഔട്ടും പവർ സപ്ലൈയുടെ ഔട്ടും സെയിം ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും കണക്ഷൻസ് വരുന്നത്. അത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് പ്ലഗ് ഇൻ ചെയ്യുന്നു, അതിൻ്റെ ഔട്ട് മെഷീനിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ മെഷീൻ ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ കാറിലിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പവർ കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടുള്ള രീതിയിൽ, പവർ സപ്ലൈയുടെ മെഷീനിനകത്തോട്ട് പോകുന്ന പവർ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഐബ്രോസ് ആണോ, ബ്രോസ് ആണോ, ലിപ്പാണോ, എന്താണോ നമുക്ക് വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓൺ ആൻഡ് ഓഫ് ഉണ്ട്. പോസ് ബട്ടൺ ഉണ്ട്. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇങ്ക് തൊട്ട് മുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഇങ്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് പോസ് ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ടും പറ്റും. അത് കണക്ക് തന്നെ ഇതിൻ്റെ അകത്ത് പിന്നീട് ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ, വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിൽ പെൻ ഹോൾഡറാണ് വരുന്നത്. പെൻ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ടാറ്റോ മെഷീൻ്റെ പെൻ ഹോൾഡറായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വരുന്നത്. ഇതാണ് ഈ ഒരു മെഷീൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.